ലോകപ്രശസ്ത ഗസൽ ഗായകൻ ഉസ്താദ് ഗുലാം അലി കേരളത്തിലേക്ക് ജനുവരി 15-17 തീയതികളിൽ തിരുവനന്തപുരത്തെത്തും. കോഴിക്കോടും ഗസൽ സന്ധ്യ നടത്തും. സ്വർലയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഗുലാം അലി മലയാളികൾക്കായി പാടാനെത്തുന്നത്. അതേസമയം ഗുലാം അലിയെ പാടാൻ അനുവദിക്കില്ലെന്ന് ശിവസേന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശിവസേന ഭീഷണിയെ തുടർന്ന് മുംബൈയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി നേരത്തെ ഗുലാം അലി ഉപേക്ഷിച്ചിരുന്നു. സ്വർലയുടെ ക്ഷണം സ്വീകരിച്ചുള്ള ഗുലാം അലിയുടെ വരവ് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയ്ക്കാകെ അഭിമാനമാവുകയാണ്. പാകിസ്ഥാനി സംഗീതജ്ഞരുടെ അഭയകേന്ദ്രമായ ലാഹോർ റേഡിയോയിൽ 20-ാം വയസ്സിൽ പാടിത്തുടങ്ങിയ ഗുലാം അലി വളരെ വേഗം ആസ്വാദക മനസ്സ് കീഴടക്കുകയായിരുന്നു. സ്വർലയ രക്ഷാധികാരിയും CPM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ MA ബേബി. ഇന്ത്യയിൽ സമീപകാലത്തായി രൂപപ്പെട്ട അസഹിഷ്ണുതയുടേതായ അന്തരീക്ഷമാണ് ഗുലാം അലിയുടെ പരിപാടി നടത്തുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വരാൻ ഇടയാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് ഗുലാം അലിയെ കേരളത്തിലേക്ക് ക്ഷണിച്ച അദ്ദേഹത്തിൻ്റെ പരിപാടികൾ നടത്തിക്കൂടാ എന്ന ചോദ്യം ഒരുപാട് സഹൃദയർ സംഗീതപ്രേമികൾ ഉയർത്തിയത്. അദ്ദേഹം കേരളത്തിൽ 2 പരിപാടികൾ നടത്താൻ സമ്മതിച്ചിരിക്കുകയാണ്. അന്തരിച്ച ഗസൽ ഗായകൻ ജഗജിത് സിംഗിന്റെ 4-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബറിൽ മുംബൈയിൽ നടത്താനിരുന്ന പരിപാടിയാണ് ഗുലാം അലി ശിവസേനയുടെ ഭീഷണിയെ തുടർന്ന് ഉപേക്ഷിച്ചത്. ജഗജിത് സിംഗ് തന്റെ സഹോദരനാണെന്നും പാകിസ്ഥാനിയാണോ ഇന്ത്യക്കാരനാണോ എന്ന് നോക്കിയല്ല താൻ ഗസൽ ആലപിക്കുന്നതെന്നുമായിരുന്നു അന്ന് ഗുലാം അലി പറഞ്ഞത്. ഒപ്പം താൻ ഇന്ത്യൻ ജനതയെ സ്നേഹിക്കുന്നുവെന്നും. ഗുലാം അലിയെ കേരളത്തിൽ ഗസൽ അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ശിവസേന പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്രയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച ശാഖാ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും കരുനാഗപ്പള്ളി യൂണിയൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചതായി പരാതി. നമ്പൂരിലാകെ 186-ാം ശാഖാ സെക്രട്ടറി JP പ്രസന്നകുമാർ, പ്രസിഡന്റ് A ബാബു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി SNDP യൂണിയൻ സെക്രട്ടറി സോമരാജന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിനിടെയാണ് സമത്വ മുന്നേറ്റ യാത്രയിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് സ്വീകരിച്ച നമ്പരുവിലാകം 186-ാം ശാഖാ സെക്രട്ടറി JP പ്രസന്നകുമാർ, പ്രസിഡന്റ് A ബാബു എന്നിവരെ മർദ്ദിച്ചത്. ശാഖയുടെ മിനിറ്റ്സ് ബുക്കും തട്ടിയെടുത്തതായും ആക്രമണത്തിനിരയായവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഗുരുദേവന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായാണ് വെള്ളാപ്പള്ളി ജാഥ നടത്തുന്നതെന്നും നാട്ടിൽ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും ഭാരവാഹികൾ ആരോപിച്ചു. എന്നെയും ശാഖ പ്രസിഡന്റ് ശ്രീ ബാബുവിനെയും ഉപദ്രവിക്കുകയും ആക്രോശിച്ചുകൊണ്ട് അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്യുകയുണ്ടായി. വീണ്ടും അടിക്കാൻ ഞങ്ങളെ ശ്രമിച്ചപ്പോഴത്തേക്ക് ഞങ്ങളോട് കൂടി രക്ഷപ്പെടുകയായിരുന്നു. യാത്രയായിട്ട് ബന്ധപ്പെട്ടുള്ള വർഗീയ ഏജൻറ് നടപ്പാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലെന്ന് പറഞ്ഞു. വർഗീയ ഏജൻറ് നടപ്പാക്കുന്ന വെള്ളാപ്പള്ളിയുള്ള നയങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ തൽക്കാലം വിട്ടുവെച്ചാണ് മിനിറ്റ്സ് ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ സെക്രട്ടറി നിർത്തിയ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തതിലെ വൈരാഗ്യവും ആക്രമണത്തിന് പിന്നിലുണ്ടെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വെള്ളാപ്പള്ളിക്കെതിരെ ആലുവ പോലീസ് സമർപ്പിച്ച FIR-ന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭ്യമായി. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവം വളർത്തണമെന്ന ഉദ്ദേശത്തോടെ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചതായി FIR-ൽ പറയുന്നു. FIR ഇന്നലെ ആലുവ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവവും വെറുപ്പും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയും ഹിന്ദു സമൂഹത്തെ ഉത്തേജിപ്പിക്കണമെന്ന കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി പരാമർശം നടത്തിയെന്ന് FIR-ൽ പറയുന്നു. പൊതുജനങ്ങളിൽ മതവിദ്വേഷവും ശത്രുതയും മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിലും ആലുവ മണപ്പുറത്ത് വെച്ച് പ്രതി വിവാദ പ്രസംഗം നടത്തിയെന്നും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 153A വകുപ്പ് പ്രകാരം കേസെടുത്തതായും FIR-ൽ വ്യക്തമാക്കുന്നു. FIR കഴിഞ്ഞ ദിവസം ആലുവ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. KPCC പ്രസിഡന്റ് VM സുധീരന്റെ പരാതിയിലാണ് ആലുവ പോലീസ് കേസെടുത്തത്. അതുകൊണ്ട് തന്നെ സുധീരന്റെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. മറ്റൊരു പരാതിക്കാരനായ ഗിരീഷ് ബാബുവിൽ നിന്ന് പോലീസ് ഇന്നലെ മൊഴിയെടുത്തിരുന്നു. മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ച പോലീസ് വിവാദ പ്രസംഗത്തിന്റെ CD-യും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. കുറ്റം ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ അറസ്റ്റുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞിരുന്നു. KM ഉമേഷ്, കൊച്ചി. IS ഭീകരരെ നേരിടാൻ ബ്രിട്ടനും തയ്യാറെടുക്കുന്നു. ലേസർ മിസൈൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളുമായാണ് ബ്രിട്ടൻ IS-നെ തകർക്കാനൊരുങ്ങുന്നത്. IS ഭീകരരെ നേരിടാൻ ബ്രിട്ടൻ ഒരു കൂട്ടം ആയുധങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും ശക്തിയുള്ളതും ശത്രുക്കൾ ഭയക്കുന്നതും ലേസർ നിയന്ത്രിത ബ്രിസ്റ്റൺ മിസൈലായിരിക്കും. വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ മുകളിലിരുന്ന് തകർക്കാനാകുമെന്നതാണ് ബ്രിസ്റ്റൺ മിസൈലിന്റെ പ്രത്യേകത. നിലവിൽ ഈ ആയുധം ബ്രിട്ടന്റെയും സൗദിയുടെയും കൈവശം മാത്രമാണുള്ളത്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചാൽ സിറിയയിലെ IS കേന്ദ്രങ്ങളിൽ ബ്രിട്ടൻ വ്യോമാക്രമണം നടത്തുമെന്നാണ് സൂചന. ബ്രിട്ടന്റെ ടൊർണാഡോ പോർ വിമാനങ്ങളാണ് മുഖ്യമായും സിറിയയിൽ വ്യോമാക്രമണം നടത്തുന്നത്. കരസേനയെ അയക്കേണ്ടതില്ലെന്ന് ബ്രിട്ടൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ബ്രിട്ടൻ വികസിപ്പിച്ചെടുത്ത ലേസർ നിയന്ത്രിത ബ്രിസ്റ്റൺ മിസൈൽ സിറിയയിലെ വ്യോമാക്രമണത്തിലെ പ്രധാന ആയുധമാണ്. ഉന്നം തെറ്റാതെ ഏറ്റവും കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂസ് ഡെസ്ക്.
വിഴിഞ്ഞം പദ്ധതിക്കായുള്ള ഡ്രഡ്ജിംഗ് ആരംഭിച്ചത് തീരത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. 500 മീറ്ററോളം കടൽ കലങ്ങിയതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായത്. വിഴിഞ്ഞം പുനരധിവാസ പാക്കേജ് നടപ്പാക്കാത്തതും ഉപജീവന മാർഗം തന്നെ നിലച്ച അവസ്ഥയിലേക്ക് തൊഴിലാളികളെ കൊണ്ടെത്തിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കാണ് ഡ്രഡ്ജിംഗിലൂടെ തുടക്കമായത്. മുല്ലൂർ കടൽ തീരത്താണ് ശാന്തിസാഗർ 12 എന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഡ്രഡ്ജിംഗ്. എന്നാൽ ഡ്രഡ്ജിംഗ് ആരംഭിച്ച് ഒരാഴ്ചയാകുമ്പോൾ 500 മീറ്ററോളം കടൽ കലങ്ങിമറിഞ്ഞ നിലയിലാണ്. ഇത് ഇവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയാണ് ഏറെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. കടലിൽ 10 മീറ്റർ ആഴത്തിൽ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇത് കാരണം ഇവരുടെ ഉപജീവന മാർഗം തന്നെ നിലച്ച അവസ്ഥയിലാണ്. ഒരു 10 മീറ്ററിന് മുമ്പേ നമ്മൾ പോകുമ്പോൾ 10 മീറ്റർ ദൂരെ ഇരിക്കുന്ന കൂടും തടവും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഞങ്ങളുടെ കത്തി, കമ്പി, ഉളി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇത് ഞാൻ മുമ്പേ വിട്ടു പോയാണ് അതിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഈ ട്രെച്ചിങ് ആരംഭിച്ച് മൊത്തം കലക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് ഞങ്ങളെടുക്കുന്ന ഭാഗങ്ങളാണ് ഈ കലം കിടക്കുന്നത്. ആ ഭാഗത്ത് ഞങ്ങൾക്കൊന്നും എടുക്കാൻ കഴിയില്ല. കിട്ടാതാകുമ്പം ഒരു ജീവിതമില്ല. ഞങ്ങൾ ഇതുകൊണ്ടുള്ള ജീവിതമാണ്. ചിപ്പി, കടല, കണവ, ലോബ്സ്റ്റർ എന്നിവയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം. ഇതിലൂടെ ദിനംപ്രതി 10,000, 5,000 രൂപ ലഭിച്ചിരുന്നവർക്ക് ഡ്രഡ്ജിംഗ് ആരംഭിച്ചതോടെ 1000 രൂപ വരെ മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതും ഇല്ലാതാകുമെന്ന് തൊഴിലാളികൾ പറയുന്നു. പുനരധിവാസ പാക്കേജ് നടപ്പാക്കിയ ശേഷം മാത്രമേ ഡ്രഡ്ജിംഗ് ആരംഭിക്കൂ എന്ന സർക്കാർ വാദവും ഇവിടെ പൊളിഞ്ഞു. വിഴിഞ്ഞത്ത് ഡ്രഡ്ജിംഗ് ആരംഭിച്ചിട്ടും ഇവിടെ പാക്കേജ് നടപ്പാക്കാത്തതാണ് ഇവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പ്രധാനമായും ആശങ്കയിലാഴ്ത്തുന്നത്. അധികൃതരാകട്ടെ ഈ വിഷയത്തിൽ മൗനം വെടിയാനും തയ്യാറല്ല. വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം S. ഷീജ. മലയാളികളായ അയ്യപ്പ ഭക്തന്മാരെ അധിക്ഷേപിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിവാദ പരാമർശം. ശബരിമലയുടെ സാമ്പത്തിക സ്രോതസ് അന്യസംസ്ഥാനക്കാരാണെന്നും മലയാളികൾ കാണിക്കയായി നൽകുന്നത് 5-10 രൂപ മാത്രമാണെന്നുമായിരുന്നു പരാമർശം. ഇതിനെതിരെ ഭക്തജനങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ശബരിമലയിൽ നിന്ന് മിനീഷ് നൽകുന്ന റിപ്പോർട്ടുമായി ഇന്ന് ഇവിടെ പറയുന്നു. നമസ്കാരം. വലുപ്പച്ചെറുപ്പമില്ലാതെ വലിയവനും ചെറിയവനും ഒന്നായി മാറുന്ന ഒരിടമാണ് സന്നിധാനം. ഈ ബോധത്തെ മറന്നുകൊണ്ടായിരുന്നു മലയാളികളായ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം. നിലയ്ക്കലിലെ ഭൂമി അന്യസംസ്ഥാനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ പതിച്ചു നൽകുന്നത് മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു പ്രസിഡന്റിന്റെ വിവാദ പരാമർശം. അയ്യപ്പനിടുന്നത് ഒന്നുകിൽ ഒരു 5 രൂപയുടെ തൊട്ട്, പരമാവധി വന്നാൽ 10 രൂപയുടെ ഒരു തൊട്ട്. അതാണോ നമ്മുടെ സാമ്പത്തിക സ്രോതസ്? ഈ വരുന്നവരെ നമ്മൾക്ക് അവത്തെ അരക്കിട്ടുറപ്പിക്കുവാനും അതുകൊണ്ട് ഗുണഫലമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുവാനും ഉള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒരിക്കലും ഒരു കുഴപ്പമാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഇതിനെതിരെ ഭക്തജനങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ശബരിമലയിലേക്ക് ഓരോരുത്തരും വരുന്ന അതിൻ്റെ ഒരു ഭക്തിയുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ എത്ര കാശ് കൊടുക്കുന്നു, എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. സാധാരണക്കാരെ കൊണ്ടാവുന്ന രീതിയിലാണ് എല്ലാ മലയാളി അയ്യപ്പ ഭക്തന്മാരും ഇവിടെ സമ്മാനിക്കുന്നത്. അത് അയ്യപ്പന് വേണ്ടിയുള്ള ഞങ്ങളുടെ അർപ്പണമാണ്. ഇത്തരം പ്രസ്താവനകൾ മലയാളികളായ അയ്യപ്പ ഭക്തന്മാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. വിശ്വാസികളുടെ ആത്മാഭിമാനത്തിനും അധ്വാനത്തിനും കണക്ക് പറഞ്ഞിരിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അയ്യപ്പ ഭക്തരുടെ മനസ്സിന് മുറിവേൽപ്പിച്ച ഈ പ്രസ്താവന പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BG മിനീഷ് കുമാർ.